റെഗുലർ SHGയുടെ റെഗുലർ ട്രാൻസാക്ഷൻ ആണ് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു അയൽക്കൂട്ടം എടുത്തിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്ത ഒരു അയൽക്കൂട്ടം എടുക്കാം. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് അമ്പാടി എടുത്ത് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ മുന്നേ ചെയ്ത് കട്ട് ഓഫ് അവിടെ കാണിക്കും. ഡണ്ണിലാവും. പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മീറ്റിംഗ് അവിടെ ആഡ് ചെയ്യാൻ പറ്റൂല. സ്റ്റാറ്റസ് പെൻഡിങ് ഡൺ ആയി കണ്ടാൽ നമുക്ക് ആ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 30/6 നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ആഡ് മീറ്റിംഗ് എടുത്ത് നമ്മൾ 7-ാം മാസം അവർ ഏത് വീക്കാണ് ആദ്യമായിട്ട് തുടങ്ങിയതെന്ന് വെച്ചാൽ മീറ്റിംഗ് തുടങ്ങിയത് എന്ന് വെച്ചാൽ ആ മീറ്റിംഗ് നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടെ സൺഡേ ആണ് ഇവർ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ മന്ത്ലി, അതായത് ജൂലൈ മാസം 4-ാം തീയതിയാണ് അവർ ആദ്യമായിട്ട് മീറ്റിംഗ് കൂടി. 4 സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. മീറ്റിംഗ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കട്ട് ഓഫ് ചെയ്ത് മീറ്റിംഗ് നമ്പറിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് ഒന്നും കൂടെ ഇട്ടിട്ട് അത് കൂടെ വരും. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ബോർഡ് ഓപ്പൺ ആയി വരും. കട്ട് ഓഫിൽ നമ്മൾ അവരുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ബാലൻസ് കൊടുക്കുന്നത് ആ ക്യാഷ് ഇൻ ഹാൻഡ് ഔട്ടായി കാണിക്കും. ബാങ്ക് ബാലൻസ് കൊടുത്ത ബാങ്ക് ബാലൻസ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി ആദ്യം നമുക്ക് ഇങ്ങനൊരു സംഭവം വരും. ഇതിൽ അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് റെഗുലർ ട്രാൻസാക്ഷനിൽ എല്ലാ മെമ്പേഴ്സിനും നമുക്ക് പ്രസന്റ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ മീറ്റിങ്ങിൽ ആരാണോ ആബ്സെന്റ് ആയത് ആ മെമ്പറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് DA എന്ന് വരും. A എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്. അതിൻ്റെ ഏറ്റവും താഴെ ഇപ്പോൾ ഇത് 19 മെമ്പേഴ്സ് ആണല്ലോ. അപ്പം ഞാൻ ഒരാൾക്ക് ആബ്സെന്റ് ഇട്ടപ്പോൾ 18% ഒരു ആബ്സെന്റും ഇവിടെ കാണിച്ചു. അപ്പോൾ എത്ര പേരാണോ നമ്മൾ ആബ്സെന്റ് ആയത് അത്ര ഇവിടെ താഴെ കാണിക്കും. എന്നിട്ട് അത് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ 19 മെമ്പേഴ്സിൽ 16 പ്രസന്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് കാണിക്കും. ഇനി അടുത്തത് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ മെമ്പർ ട്രാൻസാക്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ കമ്പൽസറി സേവിങ്സ് എടുക്കാം. കമ്പൽസറി സേവിങ്സിൽ നമ്മൾ കൊടുത്ത കട്ട് ഓഫിൽ കൊടുത്ത എമൗണ്ട് കൂടെ ഈ മന്ത്ലി അടക്കുന്ന എമൗണ്ടും കൂട്ടിയിട്ട് അവിടെ ടോട്ടൽ വരുന്നത്. അതായത് നമ്മൾ SHG പ്രൊഫൈലിൽ അവരെ സേവിങ്സ് എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാണോ സംഖ്യ കൊടുത്ത് ആ സംഖ്യ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ടുഡേയിൽ. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ 0 വരുന്നത് നമ്മൾ ആർക്കാണോ ആബ്സെന്റ് ഇട്ടത് ആ മെമ്പേഴ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് 0യും കാണിക്കും. ഇപ്പൊ ഇവിടെ ഇവര് 50 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 50 കൊടുക്കാം. അതല്ല 20 അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 കൊടുക്കാം. അങ്ങനെ ഓരോ മെമ്പേഴ്സും അടച്ച് ക്യാഷ് അവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്ത് ഇവിടെ കണ്ടോ ടോട്ടൽ ഏറ്റവും താഴെ ഈ ടോട്ടൽ എമൗണ്ട് ആയിട്ട് ടുഡേന്റെ ടോട്ടലാണ് ഈ 1370. ഈ ടോട്ടൽ ആ ആഴ്ചയിലെ അവരെ സമ്പാദ്യവും കൂട്ടിയിട്ടുള്ള ടോട്ടലാണ് ഇതുവരെയുള്ള സമ്പാദ്യം. എന്നിട്ട് അതും സേവ് കൊടുക്കുക. നെക്സ്റ്റ് ലോൺ റീപേയ്മെന്റിൽ ഓരോ മെമ്പേഴ്സിനും ഇതുവരെയുള്ള ലോണ് ഇനി നമുക്ക് റീപേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇതിലിപ്പോൾ ഉദാഹരണത്തിന് ഒരു മെമ്പറിനെ കാണിച്ചു തരാം. മെമ്പറിനെ സെലക്ട് ചെയ്യുക. അതിൽ ഇത് ഇപ്പോൾ ലോൺ നമ്പർ 1, ലോൺ നമ്പർ 17 വരുന്നത്. 17 ഉള്ളത് ലിങ്കേജ് ആണ്. 1 എന്നുള്ളത് പിന്നെ അവരുടെ ത്രിഫ്റ്റിന്റെ ലോണാണ്. അപ്പൊ ത്രിഫ്റ്റിന്റെ ലോണൊക്കെ അവര് ഒരു 1000 രൂപയും ആ വീക്കിൽ എത്രയാണോ അടച്ചത് അതാണ് കൊടുക്കേണ്ടത്. മോഡ് ഓഫ് റെസിപ്റ്റ് ക്യാഷ് ആയിട്ടാണോ അവർ കൊടുത്തത്, ബാങ്ക് ആയിട്ട് കൊടുത്തേക്കാണോ, ഓൺലൈൻ ആയിട്ട് കൊടുത്തേക്കാണോ ചോദിക്കുന്നത്. സാധാരണ ഇപ്പം നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കാറ്. അവിടെ ക്യാഷ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത് നെക്സ്റ്റ് ലിങ്കേജ് ആണ്. ലിങ്കേജ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മന്ത്ലി ഒരു എൻട്രി നമുക്ക് വരണുള്ളൂ. അതായത് മാസത്തിൽ ഒരു തവണ റീപേയ്മെന്റ് വരുന്നുള്ളൂ. ആ റീപേയ്മെന്റ് ആദ്യം നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കാം. എന്നിട്ട് വേണം ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ കൊടുക്കാനായിട്ട്. മെമ്പർ ട്രാൻസാക്ഷനിൽ ഓരോ മെമ്പേഴ്സും അടച്ച സംഖ്യ കൊടുക്കുക. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ എടുത്തിട്ട് അതിൽ ലോൺ റീപേയ്മെന്റ് നമ്മൾ ടോട്ടൽ എമൗണ്ട്, അതായത് അവർ ആ മാസം അടച്ച ടോട്ടൽ എമൗണ്ട്. ഇപ്പോൾ ഇവര് അടച്ചേക്കുന്ന 3400 രൂപ ആ മന്ത്ലി അടച്ചേക്കുന്നത്. ആ ഡേറ്റ് നോക്കിയിട്ട് ആ ഡേറ്റിന്റെ ടൈമിൽ അടച്ചാൽ മതി. ഞാൻ ഇതൊരു ഉദാഹരണം കാണിച്ചു തന്നാണ്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ പെയ്ഡ് ടുഡേയിൽ ത്രിഫ്റ്റിന്റെ
ലോൺ എമൗണ്ട് എത്രയാണ്, ലോൺ റീപേയ്മെന്റ് എത്രയാണോ അടച്ചത് ആ ക്യാഷും, ലിങ്കേജിന്റെ ലോൺ റീപേയ്മെന്റ് എത്രയാണോ അടച്ചത് ആ ക്യാഷും അവിടെ കാണിക്കും. അതിന്റെ ടോട്ടൽ താഴെ കാണിക്കും 4400 എന്നുള്ളത്. അത് ലോൺ റീപേയ്മെന്റ് നമുക്ക് അങ്ങനെ കാണിക്കാം. അങ്ങനെ ഓരോ മെമ്പേഴ്സിൻ്റെയും കാണിച്ച് ഈ പെയ്ഡ് ടുഡേന്റെ താഴെ ആ വീക്കിൽ അവർക്ക് കിട്ടിയ ക്യാഷ് കാണിക്കും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അവരുടെ രജിസ്റ്ററിലോ നമ്മളെ സൈറ്റിലും ഒരേപോലെയാണ് വരുന്നതെന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ബാക്ക് അടിക്കാം. അടുത്തത് അതർ റെസീപ്റ്റ്. മെമ്പേഴ്സിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ട പ്ലസ് ഇട്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓരോ മെമ്പറിനെ സെലക്ട് ചെയ്യുക. ഒരു മെമ്പറിനെ ഉദാഹരണത്തിന് ഒരു മെമ്പറിനെ കാണിച്ചു തരാം. ഒരു മെമ്പറിനെ സെലക്ട് ചെയ്യുക. റെസീപ്റ്റ് ടൈപ്പ് ഇവര് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, അതർ സേവിങ്സ്, കോൺട്രിബ്യൂഷൻ, മെമ്പർഷിപ്പ് ഫീസ്, പെനാൽറ്റി, ഇതിലെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. വീക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതർ സേവിങ്സ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അവിടെ കൊടുക്കുക, ഒരു എമൗണ്ട് അവിടെ കൊടുക്കുക, എന്നിട്ട് ക്യാഷ് കൊടുത്ത് സേവ് കൊടുക്കുക. ഒരു മെമ്പറിൻ്റെയാണ് കൊടുക്കുന്നത്. അത് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അടുത്തത് അതർ പേയ്മെന്റ്. അതർ പേയ്മെന്റില് മെമ്പേഴ്സ് എന്തെങ്കിലും പേയ്മെന്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. മീൻസ് അയൽക്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പേയ്മെന്റ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു മെമ്പറിനെ സെലക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ടൈപ്പ് ഗ്രാൻഡ്, ഡൊണേഷൻ, ഡിവിഡൻഡ് പേയ്മെന്റ് എന്തെങ്കിലും അയൽക്കൂട്ടത്തിൽ നിന്ന് മെമ്പേഴ്സിന് കൊടുക്കൂലേ, അതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അതവിടെ ഉണ്ടെങ്കിൽ കൊടുക്കുക, സേവ് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. നെക്സ്റ്റ് ലോൺ റിക്വസ്റ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെമ്പേഴ്സിന് ലോൺ നമ്മൾ റെഗുലർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മെമ്പേഴ്സിന് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലോൺ റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ ലോൺ റിക്വസ്റ്റ് സെലക്ട് ചെയ്യാം. ഏത് മെമ്പറിനാണോ ലോൺ കൊടുക്കണേ ആ മെമ്പറിനെ സെലക്ട് ചെയ്യുക. പ്രപ്പോസ്ഡ് എമൗണ്ട്, അവർ എത്രയാണോ ചോദിച്ചത് ആ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഒരു 50,000 അവർ ചോദിച്ചെന്നുണ്ടെങ്കിൽ 50,000 കൊടുക്കുക. അതിൻ്റെ ലോൺ അടക്കുന്ന പീരീഡ് എത്ര മാസം കൊണ്ടാണ് അടക്കണമെന്നുള്ളത് ആ എമൗണ്ട് കൊടുക്കുക. കാറ്റഗറി കൊടുക്കുക, അതിൻ്റെ കൺസംഷൻ കൊടുക്കുക. റിക്വസ്റ്റ്, ഈ ഇതിൻ്റെ റിക്വസ്റ്റ് 4-10 വരെ ഉണ്ടാവും. അതായത് ഒരു ലോൺ റിക്വസ്റ്റ് ചെയ്തതിനു ശേഷമാണല്ലോ നമ്മൾ ലോൺ കൊടുക്കുക. ലോൺ ചോദിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് ലോൺ ഡിസ്പേഴ്സ്മെന്റ് എടുക്കുക. ആ മെമ്പറിന് അത് കൊടുക്കണ്ടേ. എന്നിട്ട് ആ മെമ്പറിന്റെ നെയിമിന്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു 3 ഡോട്ട് വരും. ഈ 3 ഡോട്ട് കണ്ടില്ലേ 50,000ന്റെ കൂടെ, ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ലോൺ ഡിസ്പേഴ്സ്മെന്റ് എടുക്കുക. എന്നിട്ട് ഏത് ലോണാണ്, ഇപ്പോൾ ത്രിഫ്റ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ കോമൺ ഫണ്ട്, അതല്ല ലിങ്കേജ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോണാണ് കൊടുക്കേണ്ടത് കേട്ടോ. ജനറൽ കോമൺ ഫണ്ട് എടുത്ത് എത്രയാണോ അവർക്ക് ഡിസ്പേഴ്സ് ചെയ്ത്, ഇപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് ചോദിച്ച ആ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ എത്രയാണോ അവർക്ക് കൊടുത്താൽ ഇത് കൊടുക്കുക, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ ഇൻട്രസ്റ്റ് എത്രയാണോ അയൽക്കൂട്ടം വാങ്ങുന്നത് ആ ഇൻട്രസ്റ്റ് കൊടുക്കുക. മോഡ് ഓഫ് പേയ്മെന്റ് നമ്മൾ ചെക്ക് രൂപേണല്ലേ കൊടുക്കുക, അപ്പൊ ബാങ്ക് കൊടുക്കുക. സോഴ്സ് ബാങ്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക് കയറി വരും. ചെക്ക് നമ്പർ നമ്മളെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കിൽ ഉണ്ടാവും. ആ ചെക്ക് നമ്പർ അവിടെ കൊടുക്കുക. ആ ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഈ ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് കൊടുത്ത ഡേറ്റ് ആണ് ചോദിക്കുന്നത്, അത് കൊടുക്കുക. നമ്മളെ പാസ്ബുക്കിൽ ഉണ്ടാവും ഡേറ്റ് കേട്ടോ, ആ ഡേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ബാങ്കിലെ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് 10,000 രൂപ അവർക്ക് കൊടുക്കാം. അപ്പോൾ ആ ക്യാഷ് അവിടെ നിന്ന് കുറഞ്ഞു വന്നു. ഇനി ലോൺ റീഷെഡ്യൂൾ, ഇതിപ്പോൾ നമുക്ക് വന്നിട്ടില്ല, അത് ഫ്യൂച്ചറിൽ വരുമ്പോൾ നമുക്കത് വന്നോളൂ കേട്ടോ. അടുത്തത് വിഡ്രോവൽ. ഒരു മെമ്പറിന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലാണ്, ഇപ്പം നമുക്കൊരു മെമ്പറിന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡിൽ നിന്നാണ് ക്യാഷ് പോവുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 27,038 രൂപ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു മെമ്പറിന്റെ പേരെടുത്തു, വിഡ്രോവൽ ടൈപ്പ് കമ്പൽസറി സേവിങ്സ്. ഇവര് പിരിഞ്ഞു പോവാന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് കൊടുക്കണ്ടേ, ആ ക്യാഷാണിത്. അപ്പം ഇവരുടെ എമൗണ്ട് 23,400. അപ്പൊ ഇവർ ഈ പിരിഞ്ഞു പോവുകയാണെന്ന് എഴുതിക്കോണ്ട് ഈ 23,400 തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പൊ അവര് ക്യാഷിനാണ് കൈ
പോവുക. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്ത് ക്യാഷ് ബോക്സ് എടുത്തിട്ട് ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്യാഷ് പ്ലസ്സിൽ ക്യാഷ് വിഡ്രോവൽ ഓർ ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ വിഡ്രോവൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് KGB സെലക്ട് ചെയ്തിട്ട് ഈ 23,400 ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ക്യാഷ് അറ്റ് ബാങ്കിൽ ക്യാഷ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ കുറഞ്ഞു വരും. അപ്പൊ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അപ്പൊ ഇത് ഈ ക്യാഷിനകത്തോട്ടുള്ള ക്യാഷ് മാറും. അത് മനസ്സിലായിണ്ടാവുമല്ലോ വിഡ്രോവൽ. പിന്നെ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ നമുക്ക് ന്യൂ ബോറോയിങ്സ് ആണ് ആദ്യം വരിക. ന്യൂ ബോറോയിങ്സ് എടുത്തിട്ട് ആഡ് ബോറോയിങ്സ് എടുക്കുക. ആഡ് ബോറോയിങ്സ് എടുത്തിട്ട് ബാങ്ക് സെലക്ട് ചെയ്ത് നമ്മളെ ഈ ബാങ്ക് ഓട്ടോമാറ്റിക് കയറി വരും. ലോൺ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഈ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ, അതായത് ലിങ്കേജ് ലോൺ ആണ്, ഏത് ലോണാണ് അവർക്ക് കൊടുത്തത് ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക. എന്നിട്ട് ലോൺ ഡിസ്പേഴ്സ് ചെയ്ത ഡേറ്റ് ഓട്ടോമാറ്റിക് വരും. പിന്നെ ലോൺ എമൗണ്ട് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, ലോൺ പീരീഡ് കൊടുക്കുക. പിന്നെ മോഡ് ഓഫ് റെസീപ്റ്റ് ക്യാഷ് കൊടുത്തിട്ട് ബാങ്ക് കൊടുക്കുക. എന്നിട്ട് ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് ചെക്ക് നമ്പർ കൊടുക്കുക. ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റും കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് ആ ക്യാഷിൻ്റെ അതിലോട്ട് കയറി വരും. ആ ക്യാഷിൻ്റെ അതിലോട്ട് കയറി വരും കേട്ടോ. എന്നിട്ട് വീണ്ടും റിസീപ്റ്റ് ആൻഡ് ഇൻകം. ഇപ്പോൾ നമുക്ക് ആ വീക്കിൽ എന്തെങ്കിലും റെസിപ്റ്റോ ഇൻകോ കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനാണ് ഗ്രൂപ്പ് റെസിപ്റ്റ് ആൻഡ് ഇൻകത്തിൽ. ഇപ്പോൾ പ്ലസ് ഇട്ട് ഗ്രൂപ്പ് റെസിപ്റ്റ് കൊടുക്കുക. അതിൽ വിയോന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. വോളണ്ടിയറി സേവിങ്സ്, വിയോ റിട്ടേൺ, ഷെയർ ക്യാപിറ്റൽ, ഓരോന്നുണ്ട് അതിൽ, അത് കൊടുക്കുക. അല്ല നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് ഓരോ മാസത്തിൽ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടലുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അത് കൊടുത്തിട്ട് എമൗണ്ട് എത്രയാണോ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് അത് കൊടുക്കുക. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അതിൽ ഉണ്ടാവില്ല. നമ്മൾ ആ ഡേറ്റോ അവർക്ക് കൊടുത്ത് ഇൻട്രസ്റ്റ് കയറിയ ഡേറ്റോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കൊണ്ട് എഴുതി കൊടുത്താൽ മതി. അതായത് ഈ ഇൻട്രസ്റ്റ് കയറിയ ഡേറ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കൊടുത്തിട്ട് അതും സേവ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി അതെല്ലാം മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ റെസീവ്ഡ് ഫ്രം ഉള്ളിടത്ത് അതേഴ്സ് കൊടുക്കുക. റെസീപ്റ്റ് ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് കൊടുക്കുക. അല്ല വേറെ എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതർ ഇൻകം കൊടുക്കുക. ഒരു വീക്കിലിയാണ് പറയണത് കേട്ടോ. പിന്നെ സെയിൽസ്, സർവീസ്, ജോബ്, വർക്ക് ഓരോന്നും ഉണ്ടല്ലോ, കൊടുക്കുക. ഇതിപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ 230 കൊടുത്തു. ക്യാഷ് ആയിട്ട് അവർ കൊടുത്തു. അതവിടെ കൊടുക്കുന്നുണ്ട്. ആ ക്യാഷൊക്കെ അവിടെ നമ്മളെ ക്യാഷിനകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ബാക്ക് അടിക്കാം. പിന്നെ ഗ്രൂപ്പ് ഫണ്ട് റിസീവ്ഡ്, ഗ്രൂപ്പിന് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫണ്ട്, ബൾക്ക് ലോണോ അല്ല റിവോൾവിംഗ് ഫണ്ട്, മാച്ചിങ് ഗ്രാൻഡ്, അങ്ങനെ എന്തെങ്കിലും വന്നിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളതാണ്. പ്ലസ് ഇട്ട് ന്യൂ ഗ്രൂപ്പ് ഫണ്ട് എടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ വിഒ സെലക്ട് ചെയ്യുക. അതർ ഫണ്ട്, ഗ്രാൻഡ്, ഡൊണേഷൻ, പിന്നെ റിവോൾവിംഗ് ഫണ്ട്, അവാർഡ് മണി, ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ട്, അങ്ങനെ ഓരോ ഫണ്ടുകളും ഇവിടെ കാണിക്കും. പിന്നെ CLF-ന്ന് നമുക്ക് കിട്ടുന്ന ലോണ്, റിവോൾവിംഗ് ഫണ്ട്, അവാർഡ് മണി, അതർ ഫണ്ട്, ഗ്രാൻഡ് ഡൊണേഷൻ, ട്രെയിനിങ് കപ്പാസിറ്റി ബിൽഡിംഗ് ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ഫണ്ട്, അതർ അഡ്വാൻസ്, ഗ്രാൻഡ് സ്റ്റാർട്ടപ്പ് ഫണ്ട്, ഇങ്ങനെ ഓരോ ഫണ്ടുകളാണ് നമുക്കിവിടെ. ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ ഫണ്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫണ്ട് സോഴ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ്, ആ കിട്ടിയ ഡേറ്റ് കൊടുക്കുക. എമൗണ്ട് എത്രയാണോ കിട്ടിയത് ആ എമൗണ്ട് കൊടുക്കുക. ബാങ്കിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല കയ്യിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ സേവ് കൊടുക്കുക. നെക്സ്റ്റ്
ലോൺ റീപേയ്മെന്റ്. നമ്മൾ ലിങ്കേജ് ലോൺ വരയ്ക്കുന്നുണ്ട്. ഇവരെ ലിങ്കേജ് ലോണാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക് സെലക്ട് ചെയ്ത് വരും. ഇപ്പൊ നമുക്ക് ശരിക്കും അടക്കേണ്ട ക്യാഷാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ 3 ഡോട്ട്സ് വരേണ്ടതാണ്. സൈറ്റിന് ഇഷ്യൂ കൊണ്ട് വരാത്ത ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് മേക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ അവർ എത്രയാണോ ക്യാഷ് അടച്ചത് ആ ക്യാഷ് അവിടെ കാണിക്കാം. നെക്സ്റ്റ് ഗ്രൂപ്പ് എക്സ്പെൻസ് എമൗണ്ട്, ഇവർക്ക് എത്രയാണോ ആ വീക്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാങ്ക് ചാർജ് പിടിക്കുക, അല്ല പിന്നെ അവർക്ക് എന്തെങ്കിലും BOക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CLFൽ കൊടുക്കുക. പിന്നെ ഉള്ളത് അതേഴ്സിൽ എന്തെങ്കിലും നമുക്ക് ട്രാവൽ എക്സ്പെൻസ്, അതേപോലെ ബുക്ക് കീപ്പർ പേയ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് അടിക്കുക. നെക്സ്റ്റ് ഉള്ളത് ബാങ്ക് ട്രാൻസാക്ഷൻ, ബാങ്ക് ബാലൻസ് ആണ്. ഇവരെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ നമുക്ക് കാണിക്കും. നെക്സ്റ്റ് ക്യാഷ് ബോക്സ്. ക്യാഷ് ബോക്സിൽ ക്യാഷ് ഓർ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. അതിൽ നമുക്ക് ക്യാഷ് വിഡ്രോയിലും ചെയ്യുക, ഡെപ്പോസിറ്റും ചെയ്യുക. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ടൈപ്പ് ഡെപ്പോസിറ്റ് കൊടുക്കുക. വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ വിഡ്രോവലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ക്യാഷിന് ആണെങ്കിൽ 3868 രൂപ ഉണ്ട്. ഈ ക്യാഷ് നമ്മൾ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ 3868 കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത ക്യാഷ് ബാങ്കിലോട്ട് കയറിപ്പോയി. ക്യാഷിന് ഹാൻഡിൽ 0 ആയി. ബാക്ക് അടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാഷുകൾ. എന്നിട്ട് ക്ലോസ് ആൻഡ് അപ്ലോഡ് മീറ്റിംഗ് കൊടുക്കുക. ആ മീറ്റിംഗ് അവിടെ ഡൗൺലോഡ് ആയി വരും കേട്ടോ.